പ്രസിദ്ധമായ തൃശൂർ പൂരം ഇന്ന് നടക്കും. രാവിലെ 8:30 കണിമംഗലം ശാസ്താവ് വടക്കുന്നാഥ സന്നിധിയിലേക്ക് എത്തുന്നതോടെയാണ് പൂരത്തിന്റെ ചടങ്ങുകൾക്ക് ഔദ്യോഗിക തുടക്കമാകുക. തുടർന്ന് 8ഓളം ഘടകപൂരങ്ങളും ഉച്ചയോടുകൂടി എത്തിച്ചേരും. ഇതിനുശേഷം 2:30 ഇലഞ്ഞിത്തറമേളം നടക്കും. വിവരങ്ങൾ നൽകാനായി ടോബി ജോൺസൺ ചേരുന്നുണ്ട് തൃശൂരിൽ നിന്ന്. ടോബി, പൂരത്തിന്റെ ഇന്ന് രാവിലെ തന്നെ എങ്ങനെയാണ് പൂരനഗരി ഉള്ളത്? ഒപ്പം എന്തൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ചടങ്ങുകൾ? ഇന്ന് ഏറ്റവും പ്രധാനമായി രാവിലെ തന്നെ നടക്കുന്നത് കണിമംഗലം ശാസ്താവിന്റെ എഴുന്നള്ളത്താണ്. നമുക്കറിയാം പൂര ദിവസമാണെന്ന്, അതുകൊണ്ട് തന്നെ കണിമംഗലം ശാസ്താവാണ് ആദ്യമായി വടക്കുന്നാഥനെ കാണാനുള്ള അവകാശമുള്ളത്. കണിമംഗലം ശാസ്താവ് ആദ്യമെത്തി വടക്കുന്നാഥനെ കാണുന്നതോടുകൂടിയാണ് പൂരത്തിന്റെ ചടങ്ങുകൾക്ക് തുടക്കമാകുന്നത്. അതിനുശേഷം 8ഓളം ഘടകപൂരങ്ങളും എത്തും. ഉച്ചവരെ ഈ ഘടകപൂരങ്ങൾ എത്തുന്നത് നീണ്ടു നിൽക്കും. ഇന്നലെ നെയ്തലക്കാവ് ഭഗവതിയാണ് തെക്കേ ഗോപുരനട തള്ളി തുറന്നത്. ഈ നെയ്തലക്കാവ് ഭഗവതിയാണ് അവസാനമായി എത്തുന്ന ഘടകപൂരം. അതിനുശേഷം ഇരു വിഭാഗങ്ങളും തിരുവമ്പാടി പാറമേക്കാവ് വിഭാഗങ്ങളുടെ മടത്തിൽ വരവും അതുപോലെ തന്നെ തെക്കോട്ടിറക്കവും തുടങ്ങിയ ആചാരപരമായിട്ടുള്ള ചടങ്ങുകളെല്ലാം തന്നെ നടക്കും. വൈകുന്നേരത്തോടു കൂടി തന്നെ കുടമാറ്റം ഉണ്ടാകും. അതിനുശേഷം പുലർച്ചെ 3 മണിയോടുകൂടിയാണ് വെടിക്കെട്ട് നടക്കുന്നത്. എന്തായാലും എല്ലാ ഒരുക്കങ്ങളും പൂർണ്ണമായി സജ്ജീകരിച്ചിരിക്കുന്നു. വൻ പോലീസ് സന്നാഹമുണ്ട്. നമുക്കറിയാം നിരവധി ആശങ്കകൾ നിലനിന്ന ഒരു സാഹചര്യത്തിൽ വൻ സുരക്ഷ തന്നെയാണ് ഇത്തവണ ഒരുക്കിയിരിക്കുന്നത്. എന്തായാലും എല്ലാ ഒരുക്കങ്ങളും തുടങ്ങിയിരിക്കുന്നു. മടത്തിൽ വരവ് ഘടകപൂരങ്ങളുടെ എഴുന്നള്ളത്ത് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഏകദേശം 7:30 തന്നെ കണിമംഗലം ശാസ്താവ് വടക്കുന്നാഥ സന്നിധിയിലേക്ക് എത്തും. അതോടുകൂടി ഇത്തവണത്തെ പൂരത്തിന്റെ തുടക്കങ്ങളാകും എന്ന് തന്നെ വേണം നമുക്കിപ്പോൾ പറയാൻ. ടോബി, എത്ര മണിക്കാണ് കുടമാറ്റം പോലുള്ള ചടങ്ങുകൾ നടക്കുക? കാരണം പൂരത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ്. ആളുകളെല്ലാം എത്തിച്ചേരേണ്ടതുണ്ട്. ഏത് സമയത്തേക്കാണ് കുടമാറ്റം നടക്കുക? ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് തന്നെയാണ് കുടമാറ്റം. ഇതെല്ലാം ഉച്ചയ്ക്ക് ശേഷം. അത് നമുക്കറിയാം, ഇലഞ്ഞിത്തറ മേളം, തെക്കോട്ടിറക്കം, പാറമേക്കാവ് തിരുവമ്പാടി വിഭാഗത്തിന്റെ ചടങ്ങുകളാണ്, മതപരമായിട്ടുള്ള ചടങ്ങുകൾ തന്നെയാണ്. ഇതെല്ലാം നടന്ന തെക്കോട്ടിറക്കത്തിന് ശേഷം ഏകദേശം ഒരു 6:00 തന്നെ, അല്ലെങ്കിൽ 6 മണി 6:30 സമയത്തിനുള്ളിൽ തന്നെ ഈ കുടമാറ്റ ചടങ്ങുകൾ നടക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഈ ചടങ്ങുകളെല്ലാം തന്നെ പിന്തുടർന്നതിന് ശേഷമായിരിക്കും അവസാന ഘട്ടത്തിലേക്ക് എത്തുക. അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ മാത്രമേ കുടമാറ്റം നടക്കുകയുള്ളൂ. അതിനു മുമ്പ് നടക്കേണ്ട നിരവധി ചടങ്ങുകളുണ്ട്. ഇവയെല്ലാം കൃത്യസമയത്ത് തന്നെ നടക്കുമെന്നാണ് ഇപ്പോൾ നമ്മളെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അധികൃതർ അറിയിച്ചിട്ടുള്ളത്. ടോബി, ഈ പറവൂർ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കാൻ, സുരക്ഷ ശക്തമാക്കാനുള്ള തീരുമാനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. നിയമം കൃത്യമായി പാലിക്കപ്പെടാനുള്ള ശ്രമങ്ങളും ഉണ്ടാകുമെന്നറിയുന്നുണ്ട്. ഏത് രീതിയിലാണ് സുരക്ഷ ഇപ്പോൾ സജ്ജീകരിച്ചിരിക്കുന്നത്? തീർച്ചയായിട്ടും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കർശന സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് തന്നെ ഈ പൂരത്തിന്റെ ഒരു പ്രത്യേകതയാണ്. പറവൂർ വെടിക്കെട്ട് ദുരന്തം ഉണ്ടായ സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം തന്നെ ഇന്നലെയും ശക്തമായിട്ടുള്ള പരിശോധനകൾ ഉണ്ടായിരുന്നു. പോലീസിന്റെയും ബോംബ് സ്ക്വാഡിന്റെയും അടക്കമുള്ള പരിശോധനകൾ പ്രദേശത്തുണ്ടായിരുന്നു. അതുപോലെ തന്നെ കൂടുതലായിട്ടുള്ള വെടിമരുന്ന് ഉപയോഗമുണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടി എക്സ്പ്ലോസീവ് വിഭാഗത്തിന്റെയും പരിശോധനകൾ ഉണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള സുരക്ഷാ പരിശോധനകൾ കർശനമായി നടപ്പാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ പൂരപ്രേമികളെ കൃത്യമായി നിയന്ത്രിക്കുന്നതിനുള്ള സജ്ജീകരണങ്ങളും പോലീസ് ഒരുക്കിയിട്ടുണ്ട്. യാതൊരു തരത്തിലും ഈ ഒരു ആവേശം അതിരുവിടാതിരിക്കാനുള്ള കർശന സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ പോലീസിനെ വിന്യസിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇവരെല്ലാം തന്നെ രാവിലെ ഇവിടെ എത്തിയിട്ടുണ്ട്. എന്തായാലും കർശന സുരക്ഷയോടുകൂടിയുള്ള ഒരു പൂരമായിരിക്കും ഇത്തവണത്തേത് എന്ന് വേണം നമുക്ക് ഇപ്പോൾ പറയാൻ. ടോബി, പലയിടങ്ങളിൽ നിന്നായി ലക്ഷക്കണക്കിന് ആളുകൾ എത്തുന്ന ഒരു ഉത്സവമാണ് തൃശ്ശൂരിൽ നടക്കുക. അതുകൊണ്ട് തന്നെ ട്രാഫിക് നിയന്ത്രണം പോലുള്ള കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഏത് രീതിയിലാണ് അത്തരത്തിലുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുള്ളത്? തീർച്ചയായിട്ടും നിരവധി നമുക്കറിയാം. ഇന്നലെ നെയ്തലക്കുത്തുകാവ് ഭഗവതി എഴുന്നള്ളിയപ്പോൾ തന്നെ നമുക്കറിയാം ഈ സ്വരാജ് റൗണ്ടിന് ചുറ്റുമുള്ള ഗതാഗതം വളരെയധികം തടസ്സങ്ങൾ നേരിട്ടിരുന്നു. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള ഗതാഗത നിയന്ത്രണങ്ങളും ഇപ്പോൾ പോലീസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നലെ മുതൽ തന്നെ, ഇന്നലെ രാത്രിയോടുകൂടി തന്നെ ഇവ ആരംഭിച്ചിരുന്നു. ഇതിന്റെ തുടർച്ചയെന്നോണം ഇന്ന് കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ പൂരനഗരിയിലേക്ക് എത്തുന്ന വാഹനങ്ങൾ കടന്നു വരാതിരിക്കാനുള്ള കൃത്യമായിട്ടുള്ള നിയന്ത്രണങ്ങൾ പോലീസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കുറെ ദൂരെ വാഹനങ്ങൾ നിർത്തിയിട്ടതിന് ശേഷം കാൽനടയായി തന്നെ വേണം ഈ ഗ്രൗണ്ടിലേക്ക് പൂരപ്രേമികൾക്ക് എത്താൻ. അതുകൊണ്ട് തന്നെ പോലീസിന്റെ നിയന്ത്രണത്തിലാണ് ഈ ഒരു പ്രദേശം മുഴുവൻ ഉള്ളത്. എന്തായാലും കർശന നിയന്ത്രണം തന്നെയാണ് ഇവിടെ ഏർപ്പെടുത്തിയിട്ടുള്ളത്.
ടോബി, നേരത്തെ പറഞ്ഞത് സൂചിപ്പിച്ചതുപോലെ തന്നെ പറവൂർ ദുരന്തത്തിന്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടുതൽ സുരക്ഷയുണ്ടാകും, കർശനമായിരിക്കും കൂടുതൽ വെടിക്കെട്ട് പോലുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പൂരത്തിന്റെ ഒരു പ്രഭ പോയി എന്നുള്ള തരത്തിലുള്ള ഒരു ചിന്തകളൊക്കെ തൃശ്ശൂർക്കാർക്കുണ്ടോ? അതോ അത്തരത്തിൽ ആളുകളുടെ വരവ് കുറവ് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇല്ല നിസ, അങ്ങനെ ഒരു സാഹചര്യമില്ല. കാരണം ചില ആശങ്കകൾ നിലനിന്നിരുന്നു. പൂരം നടക്കുമോ ഇല്ലയോ, അല്ലെങ്കിൽ വെടിക്കെട്ട് ഉപേക്ഷിക്കുമോ, ആനകളുടെ എഴുന്നള്ളിപ്പോ ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ ആശങ്കകൾ നിലനിന്നു. എന്നാൽ ഹൈക്കോടതി വിധിയും അതുപോലെ തന്നെ സർക്കാരിന്റെ നിലപാടുകളും അനുകൂലമായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത്തവണ കൂടുതൽ ആവേശത്തിലാണ് ആനപ്രേമികൾ അല്ലെങ്കിൽ പൂരപ്രേമികൾ എന്ന് വേണം പറയാൻ. കാരണം ഒരുപക്ഷെ തങ്ങൾക്ക് തങ്ങളുടെ പൂരം നഷ്ടപ്പെടുമെന്ന ഒരു സാഹചര്യം വരെ നിലനിന്നിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ അത് തിരിച്ച് വീണ്ടും തങ്ങൾക്ക് അത് ലഭിച്ചതിന്റെ ഒരു സന്തോഷം ഇവിടെയുള്ള ഈ പൂരപ്രേമികളിലുണ്ട്. അത് അവർ ഇന്നലെ തന്നെ അത് പ്രകടമാക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ വളരെയധികം ആവേശത്തോട്, കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ ആവേശത്തോടു കൂടിയാണ് പൂരപ്രേമികൾ ഇവിടേക്ക് എത്തുന്നത് എന്ന് വേണം നമുക്ക് പറയാൻ. എന്തായാലും ഇത്തവണയും അതിന്റെ എല്ലാ ആവേശവും ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. നിരവധി പേർ ഇതിനോടകം തന്നെ എത്തിക്കഴിഞ്ഞു. ഇന്നലെ മുതൽ അല്ലെങ്കിൽ 2 ദിവസം മുമ്പ് തന്നെ അന്യദേശത്തു നിന്നും എത്തി ഇവിടെ താമസിക്കുന്നവർ പോലുമുണ്ട് ഈ പൂരത്തിന് വേണ്ടി. ഇതിനോടകം തന്നെ നിരവധി ആളുകൾ എത്തിയിട്ടുണ്ട്. ഇന്ന് പകൽ തന്നെ ഇപ്പോൾ തന്നെ ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഗതാഗത നിയന്ത്രണം ഉള്ളതുകൊണ്ട് തന്നെ കാൽനടയായി തന്നെ ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നു. ഇത്തരത്തിൽ സുരക്ഷയുണ്ടെങ്കിൽ പോലും അതിനെല്ലാം കൂടുതൽ ആളുകൾ വരാനുള്ള ഒരു പ്രവണതയാണ് ഇപ്പോൾ കാണുന്നത്. എന്തായാലും പൂരപ്രേമികൾക്ക് ആവേശം പകർന്നുകൊണ്ട് ഇന്ന് അല്പസമയത്തിനുള്ളിൽ തന്നെ കണിമംഗല ശാസ്താവ് വടക്കുന്നാഥ സന്നിധിയിലേക്ക് എത്തും. അതോടുകൂടി തന്നെ പൂരലഹരിയിലേക്ക് ശക്തന തട്ടകം മാറുമെന്നതിൽ യാതൊരു സംശയവുമില്ല. തൃശൂർ പൂരം ഇന്ന് രാവിലെ 8:30 കണിമംഗലം ശാസ്താവ് വടക്കുന്നാഥ സന്നിധിയിലേക്ക് എത്തുന്നതോടെയാണ് പൂരത്തിന്റെ ചടങ്ങുകൾക്ക് ഔദ്യോഗിക തുടക്കമാകുക. വിവരങ്ങൾ നൽകുകയായിരുന്നു ടോബി ജോൺസൺ തൃശൂരിൽ.